ഇന്ന് യേശുവിനെ ഒരു ഫരിസേയൻ ഡിന്നറിന് വിളിച്ചു. ഒരു ടേബിളിൽ നിന്ന് അവർ കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് അത്ഭുതത്തോടെ നോക്കിയാണ്. കാര്യം യേശു കൈ കഴുകിയിട്ടില്ല. പാരമ്പര്യ നിയമമോ അങ്ങനെയല്ലല്ലോ. അവർക്കൊരു പാരമ്പര്യമുണ്ട്, ഒരു നിയമമുണ്ട്. കൈ കഴുകാതെ ഭക്ഷണത്തിനിരിക്കാൻ പാടില്ല. പക്ഷേ യേശു അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അയാൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പറയാതെ തന്നെ യേശുവിന് മനസ്സിലായി അത് ഫരിസേയന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുശേഷം യേശു അവരുടെ ഈ മനോഭാവത്തെ തിരിച്ച് മറുപടി കൊടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നും പറയാതെ അയാൾ അത്ഭുതത്തോടെ നോക്കിയെന്ന് മാത്രം വചനം പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും യേശു മറുപടി കൊടുത്തത്? എനിക്ക് തോന്നുന്നു ഈ ഇൻഡിഫറൻസ് പലപ്പോഴും മനുഷ്യരെ കുറച്ചും കൂടി വേദനിപ്പിക്കും. ഇൻഡിഫറൻസ് ഒത്തിരി മനുഷ്യരെ സങ്കടത്തിലേക്ക് ആഴ്ത്തും. വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരു ഭക്ഷണത്തിന് വിളിച്ച മനുഷ്യൻ പിന്നീട് യേശു കൈ കഴുകിയിട്ടില്ല എന്നറിയുമ്പോൾ അയാൾ കാണിച്ച ഇൻഡിഫറൻസ് യേശുവിനെ വല്ലാണ്ട് തളർത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് യേശു ആ കാര്യത്തെ വിശദീകരിക്കുകയാണ്, മറുപടി കൊടുക്കുകയാണ്. ഇൻഡിഫറൻസ് വലിയൊരു പാപമെന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. കാര്യം ഒരു സ്നേഹത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ചില മനുഷ്യരൊക്കെ പെട്ടെന്ന് ഇൻഡിഫറൻ്റ് ആകുമ്പോൾ ഈ കൂടെ നിൽക്കുന്ന ആൾക്ക് എന്തുമാത്രം വേദന ഉണ്ടാകും. നല്ലൊരു സ്നേഹബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചില മനുഷ്യർ കാട്ടുന്ന വ്യത്യസ്ത മനോഭാവങ്ങളും പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാകണമെന്നോ അംഗീകരിക്കണമെന്നോ കഴിഞ്ഞെന്ന് വരില്ല. ഒരു സൗഹൃദമായാലും കുടുംബമായിരുന്നാലും ജീവിതത്തിലെ ഏതൊരവസ്ഥയിലായിരുന്നാലും ചില ഇൻഡിഫറൻസ് നമ്മളെ വല്ലാണ്ട് തളർത്തും. എനിക്ക് തോന്നുന്നു ഈ ഇൻഡിഫറൻസ് യേശുവിനെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ് യേശുവിൻ്റെ മറുപടികൾ. ഇങ്ങനെ ഇൻഡിഫറൻസിനൊക്കെ ഇടയ്ക്ക് കുറച്ചും കൂടി സ്ട്രെയിറ്റായിട്ട് കാര്യങ്ങൾ പറയാനും സ്ട്രെയിറ്റായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം. എവിടേക്കാണോ ഇൻഡിഫറൻസ് ഉണ്ടാകുന്നത് അവിടേക്ക് ബന്ധങ്ങളും വിള്ളലുകളും വീഴ്ചകളും ഉണ്ടാകും എന്നുള്ളതിന് തെളിവാണ് ഫരിസേൻ്റെയും യേശുവിൻ്റെയും ഈ ഡിന്നർ നൽകുന്ന പാഠം. സ്നേഹത്തോടെ വിളിച്ചൊരു ഭക്ഷണമേശ പോലും എത്ര അപരിചിതമായി മാറി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഏതൊരു സാഹചര്യവും അപരിചിതമാകുന്നത് ഇൻഡിഫറൻസിലൂടെയാണ്. ഒന്നും ഇൻഡിഫറൻ്റ് ആകാതിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.